അസ്സലാമലൈക്കും, നമസ്കാരം കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ മക്കളെ നോക്കി നമ്മളെ നാട്ടിൽ നല്ല കാറ്റും മഴയാണ് കേട്ടോ. മഴ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഓലെ പോസ്റ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വേണ്ടോ, കാറ്റും മഴയും കൂടിയാണ് കേട്ടോ. എന്താ മഴ നോക്കുന്നത്, അതുപോലെ തന്നെ കാറ്റുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാറ്റ് അത്ര ശക്തിയിൽ ഇല്ല, എന്നാലും കേട്ടോ തെങ്ങൊക്കെ കളിക്കുന്ന കളിയുണ്ടാവും. ഈ ഒരു ലെവലില്ല, നല്ല കാറ്റുണ്ട്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് നല്ല മഴ തന്നെയാണ് കേട്ടോ. നമ്മളെ മുറ്റൊക്കെ കാടും പുല്ലും ഇതാ, ചുമരിൻ്റെ അടുത്ത് വരെ കാടാട്ടോ, നിറയെ കാടാ. ഞാൻ ഈ കാട് കുറച്ച് കുറയട്ടെ വെച്ചിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിന്. എന്താ വെച്ചാൽ ചെടിച്ചട്ടി വരുമ്പോൾ ആ ചെടിച്ചട്ടി തിങ്ങി നിറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ കുറച്ചൊരു കാട് കുറവുണ്ടാകുമല്ലോ. ഇപ്പം ചട്ടി വെച്ചെടുത്തിലില്ല എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഉണ്ട്. മക്കളെ പണി കിട്ടി നോക്കി. ഇത് ചെരുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാൽമേൽ കാട്ട് കയറിയതാട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തരാം. ഒരു പേപ്പർ കണ്ട് അതിൽ ചവിട്ടിയതാ. പേപ്പറിൽ പക്ഷേ ഇങ്ങനെ ഒരു സാധനമുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ ഉള്ളോട്ടായിട്ട് കയറിയിട്ടുണ്ട്. അത് കണ്ട നിൽക്കുന്ന രണ്ട് പിന്നെ പേപ്പറിലുള്ള എൻ്റെ ചവിട്ടലോണ്ട് വളഞ്ഞു പോയി. നമ്മൾ ഷാളിന് കുത്തുന്ന ഈ ഒരു പിന്ന് വലിയൊരു അപകടം ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എപ്പോഴോ കാറിൽ പേപ്പർ എടുത്ത് പുറത്ത് വെച്ചതാണ്. ഈ കാറിലിരിക്കുന്ന സമയത്ത് എപ്പോഴോ ഷാൾമെന്ന് പിന്നെ എടുത്ത് ഇതിൽ കുത്തി വെച്ചതാണ്. പക്ഷേ അത് ശ്രദ്ധിക്കാണ്ട് ഞാൻ ഭാഗ്യത്തിന് ചെരുപ്പ് ഇട്ട് ചവിട്ടിയതിനെ കൊണ്ട് എൻ്റെ കാലിൽ കുറച്ചേ ഇത് കയറിയിട്ടുള്ളൂ. ഞാൻ ചവിട്ടിയ ആ സ്പീഡിൽ ഇത് വളഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മളെ കുറച്ച് പേക്കിംഗ് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്ന. ഇതാണ് കേട്ടോ നമ്മളെ താളിപ്പൊടി, താളിപ്പൊടി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പം ഇത് കണ്ട നിങ്ങൾ, ഇത് ഒരുപാട് ഇലകൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു ഔഷധക്കൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മളെ ഷാമ്പു വാങ്ങാത്തവര് ഈ താളിപ്പൊടി വാങ്ങി കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ എന്താ പറയുക ഹെയർ ഓയിൽ സ്ഥിരമായിട്ട് തേച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ ഈ താളിപ്പൊടി ഇട്ട് തല കൊണ്ട് കേയുണ്ടല്ലോ, അത് മുടിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ വരുന്നത് നമ്മളെ ഹോം മെയ്ഡ് ഷാമ്പു ആണ് കേട്ടോ. ഈ ഷാമ്പൂവിനേക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് താളിപ്പൊടി തേക്കാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നത് നമ്മളെ ഹെയർ ഓയിലാണ്. അപ്പോൾ നമ്മളെ പേക്കിങ്ങിന് വേണ്ടി എടുത്തു വെച്ച സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇത് സ്കിൻ ഓയിലുണ്ട്, അതുപോലെ ഷാമ്പു ഉണ്ട്, താളിപ്പൊടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതി വെച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ പേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഹെയർ ഓയിലൊക്കെ കുപ്പിയിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ മിഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആക്കണം അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഓരോരോ കുപ്പിയിലേക്കും എണ്ണ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 100 മില്ലിൻ്റെ ബോട്ടിലാണ് വരുന്നത്. എന്താ പറയുക, നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാഞ്ഞ് എണ്ണ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒലിച്ചിറങ്ങി വൃത്തികേടാവും. ഇതൊക്കെ ഇതിൻ്റെ മിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റേതായ വൃത്തിയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ, തീർച്ചയായിട്ടും. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇതിൽ ബ്ലാക്ക് കുപ്പിയിലൊക്കെ ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ നിറഞ്ഞ തൊട്ട് കാണില്ല. പിന്നെ നമ്മളെ കൂവപ്പൊടിയാണ് കേട്ടോ വരുന്നത്. ബെസ്റ്റ് സാധനമാണ്. എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും നമ്മൾ സ്റ്റോക്ക് വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം. അതുപോലെ തന്നെ ഏത് മക്കൾ മുതൽ വലിയോല് വരെ ആഴ്ചയിൽ 3 ദിവസം ഇതിൻ്റെ വെള്ളം കലക്കി കുടിക്കുകയും വേണം കേട്ടോ, കാച്ചി കുടിക്കുകയും ചെയ്യണം. പിന്നെ വരുന്നത് നമ്മളെ സൂപ്പർ മസാലയാണ് മക്കളെ, ബിരിയാണി മസാല. ഈ മസാല ഇട്ട് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി വെച്ചാൽ ഏത് ബിരിയാണി നന്നാത്തോൻ്റെ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയി കിട്ടും. അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. ഈ ഒരു മസാല കൂട്ടിട്ട് ബിരിയാണി നിങ്ങൾ വെച്ച് ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ ഹെയർ ഓയിൽ ഇതാ അടുത്ത സെക്ഷൻ പേക്കിങ്ങിലേക്കാണ് കേട്ടോ കടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ കവറൊക്കെ ചെയ്ത് എന്താ വെച്ചാൽ ചില ബോട്ടിൽ ലീക്കൊക്കെ വന്നാൽ അത് പുറത്തേക്കായാൽ നമ്മളെ പേക്കിങ്ങിൽ നമ്മളെ എന്താ പറയുക നമ്മൾ അയക്കുന്ന ഇതിലൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താണ്
എത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താണ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അത് കിട്ടിയ പാട് തന്നെ നമ്മൾ അറിയിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. പലരും പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു സാധനം നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ പൈസ നിങ്ങളതാണെങ്കിലും നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പൈസ നിങ്ങളതാണെങ്കിലും പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അത് നിങ്ങളെ കൈകളിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. യാതൊരു കെമിക്കലും ചേർക്കാണ്ട് നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനം. അത് അതുപോലെ നിങ്ങളെ കയ്യിലെത്തിക്കണമെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് വാങ്ങിയാൽ തന്നെ വീണ്ടും നമ്മളെടുത്ത് വന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ വിളിച്ച് ഞങ്ങളെ അഡ്രസ്സുകൾ നിങ്ങൾ അവിടെ സേവ് ആക്കി വെക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇത് നമ്മളെ പഴയ വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോ വീണ്ടും കാണിക്കാനൊരു കാരണം കേട്ടോ. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളും കൂടി അറിയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതൊരു 12 മണി സമയത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഞങ്ങളെ പ്രൊഡക്റ്റ് ഏറ്റെടുത്തതിൽ ഒരുപാട് ആൾക്കാരടുത്തേക്ക് നമ്മളെ പ്രൊഡക്റ്റ് എത്തുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും നല്ല കമൻറ്റുകൾ, ഓരോരുത്തരെയും കമൻറ്റുകൾ നമ്മൾ എന്താ പറയുക, നമ്മളിതിൽ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാം. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ലോകം എന്ന് വെച്ചാൽ നമ്മുടെ വീട്, കുടുംബം, അതൊരു മാത്രമുള്ളൊരു ലോകത്തുനിന്ന് നിങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയുക, ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് ഓരോ കാര്യങ്ങളായിട്ട് എന്നും നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ദിവസം പേക്കിങ്ങുകളും കാര്യങ്ങളും ആയിട്ട് നമ്മൾ ഇങ്ങനെ ദിവസങ്ങൾ സമയം കിട്ടുന്നില്ല ഓരോ കാര്യം ചെയ്യാൻ. അപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങളും നിങ്ങളെ മുന്നിലേക്ക് ആയിട്ട് വരാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ കാര്യങ്ങളായിട്ട് വരാത്ത. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.